അഭിലാഷം സിനിമയുടെ സംവിധായകന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി. അറസ്റ്റ് മുൻപ് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല? മറ്റു കേസുകളില്ലാത്ത ജാഗ്രത എന്തുകൊണ്ട് ഈ കേസിലുണ്ടായി എന്നും കോടതി പോലീസിനോട് ചോദിച്ചിരിക്കുകയാണ് നടന്നത്. സുപ്രീം കോടതി ഉത്തരവുകളിലെ ലംഘനമാണെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഈ അറസ്റ്റ് ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണോ ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഹിൽ പാലസ് പോലീസ് SHO ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. ഈ പോലീസിനോടാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ കോടതി ഉത്തരവുകളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതായത് അഭിലാഷം സിനിമയുടെ സംവിധായകനടക്കം 5 പേർക്കെതിരെ ഈ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഈ 5 പേരും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ ഇന്നലെ പരിഗണിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം, അതായത് തൊട്ട് മുൻപുള്ള ദിവസം മിനിഞ്ഞാന്ന് രാത്രിയാണ് പോലീസ് ഇത്തരത്തിൽ ഈ സംവിധായകൻ ഷംസുദ്ദീനെ അടക്കം അറസ്റ്റ് ചെയ്തത്. വീടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള പരാതികൾ ഈ സംവിധായകൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. 7 വർഷത്തിൽ താഴെ ശിക്ഷ മാത്രം ഉള്ള കേസുകളിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അതിനുശേഷം ആവശ്യമാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പക്ഷേ ഈ നിർദ്ദേശങ്ങളടക്കം പാലിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് നിയമം ലംഘിച്ചത് എന്നും കോടതി ചോദിക്കുന്നുണ്ട്. നിരവധി കേസുകൾ ഉണ്ടല്ലോ, അത് താൻ തന്നെ പറഞ്ഞു തരണോ? ആ പോലീസ് സ്റ്റേഷനിൽ എത്ര കേസുകളുണ്ട്? ഈ കേസുകളിലൊന്നും തന്നെ ഇത്ര ജാഗ്രത പോലീസ് കാണിക്കുന്നില്ലല്ലോ എന്നും കോടതി വിമർശിക്കുന്നുണ്ട്. നടന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ്. അറസ്റ്റിന് മുൻപ് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നും കോടതി ചോദിക്കുന്നുണ്ട്. നാളെ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ ഈ ഹിൽ പാലസ് SHOക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ SHO രാവിലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഈ സംവിധായകൻ വാതിൽ തുറന്നില്ല, തുടർന്ന് സംവിധായകൻ അകത്തുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിന്റെ വാതിൽ തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. സംവിധായകൻ ഇന്നലെ രാത്രി തന്നെ കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ കോടതി കേസ് പരിഗണിക്കുകയും രൂക്ഷമായ വിമർശനം പോലീസിനെതിരെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് എന്ന വിമർശനം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി നിന്ന് വന്നിരിക്കുന്നത്.